ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ടതും മറ്റുള്ളവർ എൻ്റെ കൂടെ ഷെയർ ചെയ്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? നമ്മുടെ ഭർത്താവിനോ ഭാര്യയ്ക്കോ മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ ഫ്രണ്ട്സിനോ നെയ്ബേഴ്സിനോ അവർക്ക് വേണ്ടിയാണോ നമ്മൾ ജീവിക്കേണ്ടത്? അതോ നമുക്ക് വേണ്ടി തന്നെയാണോ നമ്മൾ ജീവിക്കേണ്ടത്? ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ തലമുറയിലെ ആൾക്കാർ, എനിക്ക് മുമ്പുള്ള ആൾക്കാരും വിശ്വസിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നതെന്ന്. എൻ്റെ ബാല്യത്തിലൊക്കെ എൻ്റെ അമ്മ പറയാറുണ്ടായിരുന്നു, നമ്മുടെ ഭർത്താവിൻ്റെയും കുട്ടികളുടെയും കുടുംബ അംഗങ്ങളുടെയും എല്ലാവരുടെയും കാര്യവും കഴിഞ്ഞതിന് ശേഷം നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ മാത്രം സ്വന്തം കാര്യം നോക്കണം. നമുക്കെന്നും മുൻഗണന നമ്മുടെ കുടുംബമാണെന്ന്. അത് ഞാനും വിശ്വസിച്ചിരുന്നു. ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി, എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ ഇൻലോസിന് വേണ്ടി, എൻ്റെ ബന്ധുക്കൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മുൻനിർത്തി അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. എൻഡ് ഓഫ് ദി ഡേ ഞങ്ങൾ ടയർഡാകും. ആരും ചോദിക്കാൻ കാണില്ല, നിങ്ങൾ ടയർഡാണോ അതോ ഓക്കെ ആണോ എന്ന്. നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്മ, അവർക്കുള്ള റോൾ എന്താണ്? കുടുംബത്തിലെ വീട്ടുജോലികൾ ചെയ്യാൻ മാത്രമുള്ള ഒരു വ്യക്തിയാണോ ഒരമ്മ? മക്കളെ വളർത്താൻ വേണ്ടി മാത്രമുള്ളതാണോ ഒരമ്മ? എല്ലാ ബാധ്യതകളും തീർന്ന് രാത്രി 11 മണിക്ക് ആയിരിക്കും കിടന്നുറങ്ങാൻ പോകുന്നത്. അതുവരെ ഒരുപാട് ജോലികളുണ്ടാവും. എണ്ണപ്പെടാത്ത ജോലികൾ, തീർക്കാത്ത ജോലികൾ, തീരാത്ത ജോലികൾ, അല്ലയോ? കമ്പനികൾ അല്ലെങ്കിൽ വീട്ടമ്മമാർ അനുഭവിക്കുന്ന കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഒരമ്മ ഒരു മകനും മകൾക്കും ജന്മം കൊടുക്കുന്നത് ഒരുപോലെ തന്നെയാണ്, അല്ലേ? അതിനർത്ഥം എന്താണ്? സ്ത്രീയും പുരുഷനും ഒന്നുപോലെ എന്നല്ലയോ അതിൻ്റെ അർത്ഥം? അപ്പോൾ സ്ത്രീകൾക്ക് എന്തുമാത്രം ബഹുമാനം കൊടുക്കണം, ഒരു അമ്മയ്ക്ക് എന്തുമാത്രം ബഹുമാനം കൊടുക്കണം, മക്കളെന്ന നിലയിൽ, ഹസ്ബൻഡ് എന്ന നിലയിൽ, ബ്രദർ എന്ന നിലയിൽ, സമൂഹം എന്ന നിലയിൽ. നമ്മുടെ പേരൻസ് അവർ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഒരു സ്ത്രീയെ എങ്ങനെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അത് ചെറിയ പ്രായത്തിൽ തന്നെ ആയിരിക്കണം. പണ്ടൊക്കെ എൻ്റെ അമ്മയുടെ കാലത്ത് അല്ലെങ്കിൽ എൻ്റെ ബാല്യത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ആണുങ്ങളൊന്നും ഭാര്യയെ ഹെൽപ്പ് ചെയ്യില്ല. എല്ലാ വീട്ടുജോലികളും സ്ത്രീകൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പുരുഷന്മാർ ഫ്രണ്ട് റൂമിലിരുന്ന് പത്രവും വായിച്ചിരിക്കും. ഭാര്യ ഒരുപാട് കിടന്ന് ജോലി ചെയ്താലും ഈ ഭർത്താവിന് ഒന്നും തന്നെ മനസ്സിലാവില്ല ഒരു ഭാര്യയുടെ അധ്വാനം എന്തുമാത്രം ഉണ്ടെന്ന്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഇന്ത്യൻ കിച്ചൺ ആണെന്ന് തോന്നുന്ന ഒരു ഫിലിമുണ്ട്. അത് നിങ്ങൾ വാച്ച് ചെയ്യണം കണ്ടില്ലെങ്കിൽ. അതുപോലെ ജയ ജയ എന്നുള്ള ഒരു സിനിമ. ഇന്നത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് എല്ലാം തന്നെ വിദ്യാഭ്യാസമുണ്ട്, അവർക്ക് ജോലിയുണ്ട്, അവർ സ്വന്തമായിട്ട് സമ്പാദിക്കുന്നു. അപ്പോൾ അമ്മമാർ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്, മകനെ അല്ലെങ്കിൽ മകളെ, നിങ്ങൾ ഒരു കുടുംബമായി കഴിഞ്ഞാൽ പരസ്പരം സഹായിക്കുക, വീട്ടുജോലികൾ പരസ്പരം രണ്ടുപേരും കൂടി ചെയ്യുക. അപ്പോൾ മാത്രമാണ് ഒരു ഭാര്യയ്ക്കും സന്തോഷമാവുക. കാര്യം അവളും കുടുംബത്തിനു വേണ്ടി ആണിനെ പോലെ തന്നെ സമ്പാദിച്ചു കൊണ്ടുവരുന്നു. സഹായിക്കേണ്ട കടമ ഭർത്താവിൻ്റേതാണ്. നമ്മുടെ ഇഷ്ടങ്ങളും നമ്മളുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി അത് വേണ്ടെന്ന് വയ്ക്കാതിരിക്കുക. കാരണം അതൊരു തീരാവേദനയായിരിക്കും നമ്മുടെ ഉള്ളിൽ തന്നെ എന്നും എപ്പോഴും. ഒരു സ്ത്രീയാണ് ഒരു കുടുംബത്തിലെ നട്ടെല്ല്. ഒരു ദിവസം നമ്മുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയോ നമ്മുടെ രക്ഷകർത്താക്കളോ ഒരു ദിവസം നമ്മളെ വിട്ടുപോകും, തിരിച്ചു വരാത്ത ഒരിടത്തേക്ക്. അപ്പോൾ നമ്മൾ ഒറ്റപ്പെടും. ഒറ്റപ്പെട്ട പോയാൽ നമ്മൾ പിന്നെയും ജീവിക്കേണ്ടയോ? അതാണായാലും പെണ്ണായാലും. അതുകൊണ്ട് ആ ഒറ്റപ്പെടൽ നമ്മൾ തീർച്ചയായിട്ടും സ്വീകരിച്ചാലേ പറ്റുള്ളൂ നമ്മുടെ ജീവിതത്തിൽ, ഇന്നല്ലെങ്കിൽ നാളെ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം, എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാൻ പഠിച്ചിരിക്കണം. നമ്മൾക്ക് വേണ്ടി തന്നെ ജീവിക്കുക, നമ്മുടെ അടിസ്ഥാനം ബലപ്പെടുത്തുക, നമ്മുടെ ആരോഗ്യം ബലപ്പെടുത്തുക,
അതുപോലെ തന്നെ നമ്മൾ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചേ പറ്റുള്ളൂ. നമ്മൾ സമൂഹത്തിലിറങ്ങി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം. വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടരുത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ദീർഘവീക്ഷണം വേണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ ബോൾഡാക്കാനാണ്, സ്ട്രോങ് ആക്കാനാണ്, സമൂഹത്തെ ഫേസ് ചെയ്യാനാണ്. അല്ലാതെ നമ്മുടെ കുടുംബാംഗങ്ങളെ സ്നേഹിക്കാതിരിക്കാനോ ബന്ധുക്കളെയോ ഫ്രണ്ട്സിനെയോ സ്നേഹിക്കാതിരിക്കാനോ അവരെ നോക്കാതിരിക്കാനോ ആയിട്ടല്ല. ഒരു അമ്മയ്ക്ക് കൊടുക്കേണ്ട ബഹുമാനവും നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. മനസ്സിലാക്കാനും വേണ്ടിയാണ് ഞാൻ ഈ വ്ലോഗ് ചെയ്തത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.